നമ്മുടെ ടോപ്പിക് ഇതാണ്, റീഡിംഗ് സ്റ്റാറ്റ്യൂട്ട്സ് ആൻഡ് ജഡ്ജ്മെന്റ്സ്. What do you mean by reading statutes and judgments? Or what do you mean by statutes and judgments? Let us try to understand law. നമ്മുടെ ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള സ്റ്റാറ്റ്യൂട്ടുകളും ജഡ്ജ്മെന്റുകളും റീഡ് ചെയ്യുന്നത് എങ്ങനെ? ആരാണ് സ്റ്റാറ്റ്യൂട്ടുകളും ജഡ്ജ്മെന്റുകളും റീഡ് ചെയ്യുന്നത്? ആ റീഡ് ചെയ്യുന്നതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ you should be able to understand how to read a statute or a judgment. അപ്പൊ അത് ആരൊക്കെയാണ് ഒരു സ്റ്റാറ്റ്യൂട്ടും ജഡ്ജ്മെന്റുകളും റീഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. എന്ത് പർപ്പസിനാണ് സ്റ്റാറ്റ്യൂട്ടും ജഡ്ജ്മെന്റും റീഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് എങ്ങനെയാണ് ഒരു സ്റ്റാറ്റ്യൂട്ടും ജഡ്ജ്മെന്റും റീഡ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കണം. So this is what we are trying to reflect upon. Okay, I'm not going to offer any ready-made answer. I just want to provoke your thoughts, and I just want to guide you through the process of reading statutes and judgments, and I'll try to introduce an ideal view of reading statutes and judgments. Clear ആണോ ഞാൻ പറഞ്ഞത്? Let's move on. അപ്പൊ എന്താണ് ലോ എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ സ്റ്റാറ്റ്യൂട്ട്സും ജഡ്ജ്മെന്റ്സും ഒക്കെ ലോ തന്നെയാണ്. ബട്ട് വാട്ട് ഈസ് ലോ? ബട്ട് ഐ വിൽ ട്രൈ ടു സിംപ്ലിഫൈ and I'll try to say that law is made to apply to facts. എന്തിനാണ് ലോ മേക്ക് ചെയ്യുന്നത്? ലോ മേക്ക് ചെയ്യുന്നത് ultimately to apply to facts. What facts law has to choose. But നിങ്ങൾ ഏത് നിയമം എടുത്തോ, അത് ഇന്ത്യൻ കോൺട്രാക്ട് ആയിക്കോട്ടെ, കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആയിക്കോട്ടെ, ടോർട്ട് ആയിക്കോട്ടെ, ഇന്ത്യൻ പീനൽ കോഡ് ആയിക്കോട്ടെ, സിവിൽ പ്രൊസീജിയർ കോഡ് ആയിക്കോട്ടെ, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ആയിക്കോട്ടെ, ഈ നിയമങ്ങളെല്ലാം മേക്ക് ചെയ്തിരിക്കുന്നത് ഫാക്ട്സിലേക്ക് അപ്ലൈ ചെയ്യാനാണ്. ഫാക്ട്സ് അല്ലാത്ത എന്തിനെങ്കിലും ഗവേൺ ചെയ്യാനല്ല. കാരണം ലോയുടെ ബിസിനസ് ഈസ് ടു അപ്ലൈ ടു ഫാക്ട്സ്. ആൻഡ് ലോ ഈസ് ആൻ ആപ്ലിക്കേഷൻ തിങ്. ഇറ്റ്സ് എ പ്രാക്ടിക്കൽ തിങ്. അതിന്റെ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഈസ് ടു അപ്ലൈ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? വി വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അത് മാത്രമല്ല, ലോ ഈസ് മെയ്ഡ് ടു അപ്ലൈ ടു ഫാക്ട്സ് ആൻഡ് ടു ബ്രിങ് ലീഗൽ കോൺസിക്വൻസസ് ടു ദ പാർട്ടീസ് ഇൻവോൾവ് ഇൻ ദ ഫാക്ട്സ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഫാക്ട്സ് എന്ന് പറയുന്നത് ചില പാർട്ടികൾ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഫാക്ട്സ് ആണ്. പാർട്ടികൾ ഇല്ലാത്ത ഒരു ഫാക്റ്റിൽ ലോക്ക് താല്പര്യമില്ല. പാർട്ടികൾ അല്ലെങ്കിൽ ലീഗൽ പേഴ്സൺസ്, when I say parties it means legal persons, നിയമം റെക്കഗ്നൈസ് ചെയ്യുന്ന പേഴ്സൺസ് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഫാക്ട്സിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയും പിന്നെ എന്തിനാണ്? ടു ബ്രിങ് ലീഗൽ കോൺസിക്വൻസസ് ടു ദ പാർട്ടീസ് ഇൻവോൾവ് ഇൻ ദ ഫാക്ട്സ്. ആ ഫാക്ട്സിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പാർട്ടികൾക്ക് ലീഗൽ കോൺസിക്വൻസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ലോ മേക്ക് ചെയ്യുന്നത്. വി വിൽ എക്സ്പ്ലെയിൻ ദിസ് കോൺസെപ്റ്റ്. അപ്പൊ 2-3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2, ലീഗൽ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടീസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ എന്താ പറയുന്നത്, ആ ഫാക്ട്സിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പാർട്ടീസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി വീണ്ടും ടു എക്സ്പ്ലെയിൻ ഫർദർ, വി ക്യാൻ സേ ദാറ്റ് law is a generalization of facts. ഫാക്റ്റുകളുടെ ഒരു ജനറലൈസേഷൻ ആണ് ലോ. ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ ലോകത്ത് സംഭവിക്കുന്നത്, സംതിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ വേൾഡ് ഈസ് കോൾഡ് ഫാക്ട്. നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഒരു കാര്യമല്ല, നമ്മൾ ഡ്രീം ചെയ്യുന്ന ഒരു കാര്യമല്ല, മറിച്ച് what actually happens in the world, that which we can perceive through our sense organs. നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ലോകത്ത് യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവങ്ങളെയാണ് ഫാക്ട്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോ ഇവിടെ ജെസിക്ക മരിയ എന്ന് പറയുന്ന ഒരു കുട്ടി ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ഫാക്റ്റ് ആണോ അല്ലയോ? ഫാക്റ്റ് ആണ്. Because it's something that is happening in real. Yeah, it is real. And വിദ്യുത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, ലോ കോളേജിൽ അധ്യാപകൻ ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. ഫാക്റ്റ് ആണോ അല്ലയോ? Is it a fact or not? Why it is a fact? It's a real. You can observe, you can find out yourself through some method. അല്ലേ? നിങ്ങൾക്കൊരു മെത്തേഡ് ഉപയോഗിച്ച് അത് കണ്ടെത്താം, അത് റിയൽ ആണ്, it actually exists. Right?
അപ്പൊ ഇങ്ങനെ ഇതാണ് ഫാക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്തുമാകാം. അപ്പൊ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ നമുക്ക് ഈ ഫാക്ട്സിനെ കുറിച്ച് പറയുമ്പോൾ യു ക്യാൻ തിങ്ക് അബൌട്ട് ദ എക്സിസ്റ്റൻസ് ഓർ നോൺ എക്സിസ്റ്റൻസ് ഓഫ് തിങ്സ്. യു ക്യാൻ തിങ്ക് അബൌട്ട് ദ സ്റ്റേറ്റ് ഓഫ് തിങ്സ്. യു ക്യാൻ തിങ്ക് അബൌട്ട് റിലേഷൻ ബിറ്റ്വീൻ തിങ്സ് ദാറ്റ് യു ക്യാൻ പെർസീവ്. അപ്പൊ ഒരു കാര്യം നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് അത് പെർസീവ് ചെയ്യാൻ കഴിയും, അല്ലെ? കാണാനും അനുഭവിക്കാൻ കഴിയും. ഒരു കാര്യത്തിന്റെ അവസ്ഥ എന്താണ്, അത് നല്ലതാണോ ചീത്തയാണോ, അത് ആരോഗ്യവാനാണോ ആരോഗ്യവതിയാണോ അല്ലയോ, ആരോഗ്യവതി അല്ലയോ, അതിന് രോഗമുണ്ടോ ഇല്ലയോ, അതൊരു അധ്യാപകനാണോ അല്ലയോ. അപ്പോൾ ഒരു തിങ് നിലനിൽക്കുന്നുണ്ടോ, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അതിന്റെ സ്റ്റേറ്റ് എന്താണ്, അവസ്ഥ എന്താണ്, അതും മറ്റൊന്നും തമ്മിലുള്ള ബന്ധം എന്താണ്. അത് ഇപ്പൊ വിദ്യുത് എന്ന് പറയുന്ന ആള് കെ സുബ്രഹ്മണ്യന്റെ മകനാണോ അല്ലയോ, വിദ്യുത്തും കെ സുബ്രഹ്മണ്യനും തമ്മിൽ അച്ഛൻ മകൻ ബന്ധം നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ. ഇത് റിലേഷൻസ് ആണ്. ആർ യു ഗെറ്റിംഗ് ദ പോയിന്റ്? ഇതിനെയൊക്കെയാണ് നമ്മൾ ഫാക്ട്സ് എന്ന് പറയുന്നത്. അത്തരം ഫാക്ടുകളുടെ ഒരു ജനറലൈസേഷൻ ആണ് ലോ. ഹാവ് യു ഗോട്ട് ദിസ് ഐഡിയ? ഇല്ലെങ്കിൽ വി വിൽ എക്സാമിൻ ആൻഡ് വിൽ ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഓക്കെ, തൽക്കാലം ആ പോയിന്റ് മാത്രം മനസ്സിലാക്കുക. ലോ ഈസ് എ ജനറലൈസേഷൻ ഓഫ് ഫാക്ട്സ്. വാട്ട് ഫാക്ട്സ് വി വിൽ എക്സാമിൻ. ഇനി it prescribe or proscribes a code of conduct in certain circumstances. അത് ചില സാഹചര്യങ്ങളിൽ ചില പെരുമാറ്റങ്ങളെ നിയമം നിർദ്ദേശിക്കുന്നു അല്ലെങ്കിൽ നിയമം നിരോധിക്കുന്നു. പ്രോസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ പ്രൊഹിബിറ്റ് എന്നാണ്. പ്രിസ്ക്രൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ either permit or requires. Law requires a particular action, or law requires a particular omission, or law പ്രൊഹിബിറ്റ്സ്. അപ്പൊ സാധാരണ ലോ എന്താ ചെയ്യുന്നത്? 3 കാര്യങ്ങളാണ് ലോ ചെയ്യുന്നത്. ഒന്നുകിൽ ലോ പെർമിറ്റ്സ് ആൻ ആക്ഷൻ ഓർ ഒമീഷൻ, അല്ലെങ്കിൽ ലോ റെഗുലേറ്റ്സ് ആൻ ആക്ഷൻ ഓർ ഒമീഷൻ. ഈ കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള കോൺസിക്വൻസ് ഉണ്ടാവും. ലോയുടെ കോൺസിക്വൻസ് ആണ്. എന്താണത്? ബെനിഫിഷ്യൽ കോൺസിക്വൻസ്. നിങ്ങൾക്ക് ലൈസൻസ് കിട്ടും ആൻഡ് യു വിൽ ഗെറ്റ് ദ പെർമിഷൻ ടു റൈഡ് വെഹിക്കിൾ ഓൺ ദ റോഡ്, അല്ലെ? ഈ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബെനിഫിഷ്യൽ കോൺസിക്വൻസ് കിട്ടുമോ? കിട്ടില്ല, റൈറ്റ്? അപ്പൊ അതേസമയം ഇപ്പൊ മറ്റേ ക്രൈമിന്റെ കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾ മർഡർ ചെയ്യരുതെന്ന് ലോ പറയുന്നു. ലോ ഈസ് പ്രോസ്ക്രൈബിങ് മർഡർ, പ്രൊഹിബിറ്റ് ചെയ്യാണ്. എന്നിട്ട് നിങ്ങൾ മർഡർ ചെയ്തു. ലോ അവിടെ വെറുതെ കണ്ണുടച്ച് നിൽക്കുകയാണോ ചെയ്യുക? വാട്ട് ദ ലോ വിൽ ഡു? ലോ വിൽ ഇമ്പോസ് ഡെട്രിമെന്റൽ കോൺസിക്വൻസസ് ടു ദ പാർട്ടീസ്, അല്ലെ? എന്ത് ചെയ്യും? നിങ്ങൾ കുറ്റം ചെയ്തത് കണ്ടെത്തുകയാണെങ്കിൽ ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്, അത് ഫോളോ ചെയ്ത് കണ്ടെത്തി കഴിഞ്ഞാൽ യു വിൽ ബി പനിഷ്ഡ്, അല്ലെ? സോ പനിഷ്മെന്റ് ഈസ് ദ ഡെട്രിമെന്റൽ കോൺസിക്വൻസ് ഇൻ ദിസ് കേസ്. അപ്പോ ഭൂരിഭാഗം കേസുകളിലും ഡെട്രിമെന്റൽ കോൺസിക്വൻസ് ആണ് ലോ ഇമ്പോസ് ചെയ്യുന്നതെങ്കിലും ചില കേസുകളിൽ ലോ ബെനിഫിഷ്യൽ കോൺസിക്വൻസ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഡെട്രിമെന്റൽ ആയിട്ടുള്ള കോൺസിക്വൻസ് ലോ ഇമ്പോസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്, അല്ലെ? നിങ്ങൾ ആരെയും കൊല്ലരുത്, കൊന്നാൽ നിങ്ങളെ തൂക്കിക്കൊല്ലും, അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ച് ലൈഫ് ഇംപ്രിസൺമെന്റ്, നിങ്ങളെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കും, അകത്തിടും എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? മറ്റുള്ളവരുടെ ബെനിഫിറ്റിനും കൂടെ വേണ്ടിയാണ്. പക്ഷേ ദിസ് ഇസ് ദ പോയിന്റ് ഐ വോണ്ട് ടു സ്ട്രെസ് അപ്പോൺ. ലോ impose beneficial or detrimental consequences to the parties, and this is exactly ഇതിനെയാണ് നമ്മൾ coercive element എന്നൊക്കെ പറയുന്നത്, coercive aspect of law. ഇതിലാണ് യഥാർത്ഥത്തിൽ ലോയുടെ ടീത്തിരിക്കുന്നത്, അല്ലെ? നമ്മൾ സാധാരണ ഈ പനിഷ്മെന്റുകളോ അല്ലെങ്കിൽ മറ്റേ coercive ആസ്പെക്ട് ഇല്ലാത്ത ലോയെ നമ്മൾ പല്ലുപോയ സിംഹം എന്നല്ലേ പറയുന്നത്. വി സേ ദാറ്റ് ഇറ്റ് ഈസ് എ ലയൺ വിത്തൗട്ട് ടീത്ത്. അങ്ങനത്തെ ഒരു സിംഹത്തിനെ കൊണ്ട് വല്ല കാര്യമുണ്ടോ? വെറുതെ ചവച്ച് തുപ്പുന്നുള്ളതല്ലാതെ അപ്പൊ പേടിക്കേണ്ട കാര്യമില്ല, അല്ലെ? അപ്പൊ ലോയുടെ പർപ്പസ് ഞാൻ പറഞ്ഞു. ലോയുടെ പർപ്പസ് എന്താണ്? നിങ്ങൾ പറഞ്ഞ പോലെ അത് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. ടു ബ്രിങ് ആൻ ഓർഡർ ഇൻ ടു ദ സൊസൈറ്റി. സമൂഹത്തിൽ ഒരു ഓർഡർ കൊണ്ടുവരിക എന്നുള്ളതാണ് ലോയുടെ പർപ്പസ്. എങ്ങനെയാണ് നിയമം ഓർഡർ കൊണ്ടുവരുന്നത്? ബൈ പ്രൊവൈഡിങ് നോംസ്. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള നോംസ് പറഞ്ഞു തരും. ബിഹേവിയർ എന്താണ് നിങ്ങളുടെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു തരും. എന്നിട്ട് നിങ്ങളുടെ അടുത്തുനിന്ന് ലോ എക്സ്പെക്ട് ചെയ്യുന്നു, യു വിൽ ഒബേ. ഇനി അത് നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ കോൺസിക്വൻസ് പാർട്ടീസിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിനകത്താണ് ലോയുടെ സ്ട്രെങ്ത് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ലോ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ബൈ ഇമ്പോസിങ് ബെനിഫിഷ്യൽ ഓർ ഡെട്രിമെന്റൽ കോൺസിക്വൻസ് ടു ദ പാർട്ടീസ്. ഇത് എല്ലാവർക്കും മനസ്സിലായോ?
ക്രിമിനൽ നിയമങ്ങളിൽ കോൺസിക്വൻസ് എന്ന് പറയുന്നത് പനിഷ്മെന്റ് ആണ്. സിവിൽ നിയമങ്ങളിൽ കോൺസിക്വൻസ് എന്ന് പറയുന്നത് പല തരത്തിലുള്ള റിലീഫുകളാണ്. അത് എന്താണ്? ചില കേസുകളിൽ ഇറ്റ് വുഡ് ബി സാങ്ഷൻ അല്ലെങ്കിൽ സ്റ്റേ പോലെയുള്ള, മറ്റ് ചില കേസുകളിൽ ഈവൻ സിവിൽ പ്രിസണിൽ പിടിച്ചിടാം. അതൊരു എൻഫോഴ്സ്മെന്റ് ആസ്പെക്ട് ആണ്, കോയേഴ്സീവ് ആസ്പെക്ട് ആണ്. ചില കേസുകളിലോ യു വിൽ ബി ഫോഴ്സ് ടു മേക്ക് ഗുഡ് ദ ലോസ്. നിങ്ങൾ മറ്റൊരാൾക്കുണ്ടാക്കിയ നഷ്ടം നിങ്ങൾ നികത്തേണ്ടി വരും. ആൻഡ് ലോ വിൽ അപ്ലൈ ഫോഴ്സ്, അല്ലെ? റൈറ്റ്? ആർ യു ഗെറ്റിംഗ് ദ പോയിന്റ്? ഇതാണ് ഈ ബെനിഫിഷ്യൽ അല്ലെങ്കിൽ ഡെട്രിമെന്റൽ കോൺസിക്വൻസസ് ടു ദ പാർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനത് പിന്നെ ഫർദർ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇറ്റ് വിൽ മേക്ക് മോർ സെൻസ്. അപ്പൊ നമ്മുടെ ലോയെ കുറിച്ച് പറഞ്ഞ പിക്ചർ നിങ്ങൾക്ക് കിട്ടിയോ? എന്താണ് ലോ? ഒന്നും കൂടെ ബാക്കിലേക്ക് വരാം. ലോ ഈസ് മെയ്ഡ് ടു അപ്ലൈ ടു ഫാക്ട്സ്. ലോ മേക്ക് ചെയ്യുന്നത് ഫാക്ട്സിലേക്ക് അപ്ലൈ ചെയ്യാനാണ്. എന്ന് പറഞ്ഞാൽ ലോയുമായിട്ട് വളരെ ക്ലോസ്ലി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് ഫാക്ട്സ്. ഓക്കെ, അപ്പൊ ലോ ഈസ് മെയ്ഡ് ടു അപ്ലൈ ടു ഫാക്ട്സ് ആൻഡ് ടു ബ്രിങ് ലീഗൽ കോൺസിക്വൻസസ് ടു ദ പാർട്ടീസ് ഇൻവോൾവ് ഇൻ ദ ഫാക്ട്സ്. ഫാക്ട്സിലേക്ക് അപ്ലൈ ചെയ്യാനും ആ ഫാക്ട്സിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പാർട്ടീസിന് ലീഗൽ കോൺസിക്വൻസ് കൊണ്ടുവരുന്നതിനും വേണ്ടിയാണ് ലോ മേക്ക് ചെയ്യുന്നത്. രണ്ടാമത്, ലോ എന്ന് പറയുന്നത് ഈ ഫാക്ട്സിന്റെ ജനറലൈസേഷൻ ആണ്. ഏത് ഫാക്ട്സിനെയാണോ ലോക്ക് റെഗുലേറ്റ് ചെയ്യേണ്ടത്, ഏത് ഫാക്ട്സിനെയാണോ ലോക്ക് കൺട്രോൾ ചെയ്യേണ്ടത്, ആ ഫാക്ട്സിന്റെ ഒരു ജനറലൈസേഷൻ ആയിരിക്കും ആ ലോ. നമുക്കിനി എക്സാമ്പിൾസ് വെച്ചുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഒരു കാര്യം കൂടെ അതിനു മുമ്പ് മനസ്സിലാക്കണം. ലോ ഓപ്പറേറ്റ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ഫണ്ടമെന്റൽ വാല്യൂസ്. നിയമങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇത്. അപ്പൊ നമ്മൾ ലോയും ഫാക്ട്സും തമ്മിലുള്ള ഒരു ബന്ധം ആദ്യം പറഞ്ഞു. ഇനി മനസ്സിലാക്കേണ്ടത് ലോയും വാല്യൂസും തമ്മിലുള്ള ബന്ധമാണ്. നിയമങ്ങളെല്ലാം തന്നെ ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് സെർട്ടൻ ഫണ്ടമെന്റൽ വാല്യൂസ് ആണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരു സമൂഹത്തിൽ, മനുഷ്യന്മാരുടെ സമൂഹത്തിൽ മനുഷ്യന്റെ സ്വഭാവം ഇതാണ്. മനുഷ്യൻ ഒരു റാഷണൽ ബീയിങ് ആണ്, അല്ലെ? ആണോ? ഗായത്രി? യെസ്. ആർ യു റാഷണൽ? ഗായത്രി കേൾക്കാമോ? യെസ് സർ. ഗായത്രി റാഷണൽ ആണോ? ആണെന്ന് തോന്നുന്നു. എന്താണ് റാഷണൽ എന്ന് പറഞ്ഞത്? I don't know sir. അതുകൊണ്ടാണ് ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഗായത്രി ഒരു പെൺകുട്ടിയാണോ? അതെ. എന്താണെന്ന് തോന്നുന്നു എന്ന് പറയാത്തത്? അറിയാവുന്ന കാര്യമായതുകൊണ്ട്. അർത്ഥം മനസ്സിലായി, അതുകൊണ്ടാണ്, അല്ലെ? അപ്പൊ നമ്മളെ റാഷണൽ എന്ന് ഉദ്ദേശിച്ചാൽ എന്താണ്? അതായത് വിവേചന ബുദ്ധിയുള്ള, നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിയുന്ന, മൂല്യങ്ങളുള്ള ഒരു ജീവി. അപ്പൊ ലോകത്ത് മൂല്യങ്ങളുള്ള ജീവി, മൂല്യങ്ങൾ സൃഷ്ടിക്കുന്ന ജീവി. നല്ലത് ഏത്, ചീത്ത ഏത്? നല്ലത് എന്ന് നമ്മൾ കരുതുന്നതിന് നമുക്ക് മൂല്യം ഉണ്ടാവും, അല്ലെ? വി ഹാവ് വാല്യൂ, അല്ലെ? ഗായത്രിക്കും കുറെ വാല്യൂസ് ഉണ്ടാവും. ഗായത്രിക്ക് നല്ലതാണെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ പറയാമോ? കള്ളം പറയുന്നത് നല്ലതാണോ? കള്ളമാണോ സത്യമാണോ നല്ലത് ഗായത്രി? സത്യം. അപ്പൊ സത്യം ഗായത്രിയെ സംബന്ധിച്ച് മൂല്യമുള്ള ഒരു സാധനമാണ്, വാല്യൂ ഉള്ള സാധനമാണ്. ഓക്കെ, പിന്നെ ഗായത്രിക്ക് മൂല്യങ്ങളൊന്നും ഇല്ലേ? മറ്റുള്ളവരെ സഹായിക്കുക. അപ്പൊ അനുകമ്പ, മറ്റുള്ളവരോട് അനുകമ്പ അല്ല, സഹായിക്കാൻ തോന്നുന്നത് അനുകമ്പ കാരണമല്ലേ, അല്ലെ? അനുകമ്പ ഒരു മൂല്യമാണ്, സഹായ മനസ്ഥിതി ഒരു മൂല്യമാണ്. അങ്ങനെ കുറെ മൂല്യങ്ങളുണ്ട് കേട്ടോ. ഇത്തരം കുറച്ച് മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിയമം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ എവിടെ നിന്നാണ് ആ മൂല്യം മനസ്സിലാക്കുക, എവിടെയാണ് ആ മൂല്യങ്ങൾ ഉള്ളത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. വിൽ കം ടു ദാറ്റ് ആൻസർ. അപ്പൊ നിയമത്തെ കുറിച്ച് ഞാൻ പറഞ്ഞ 2-3 പോയിന്റ്സ് മനസ്സിലായോ? അപ്പൊ ഇതൊരു ലോ ആണ്. നമ്മൾ പറഞ്ഞ എന്താണ്? ദിസ് ലോ ഈസ് എ ജനറലൈസേഷൻ ഓഫ് ഫാക്ട്സ്, അല്ലെ? ഇനി നിങ്ങൾ നോക്കുക, ഇതിനകത്ത് ഏതൊക്കെ വാക്കുകളാണ് ഫാക്ട്സിന്റെ ജനറലൈസേഷൻ? ലോ ഈസ് മെയ്ഡ് ബൈ യൂസിങ് ലാംഗ്വേജ്, അല്ലെ? ആൻഡ് വി യൂസ് ലീഗൽ ടേംസ്. കുറെ ടേമുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ടേമുകളാണ് ജനറലൈസേഷൻ ഓഫ് ഫാക്ട്സ് എന്ന് പറയാവുന്നത്. ഇതിനകത്ത് ഏതൊക്കെ ടേമുകളാണ് ഫാക്ട്സിന്റെ ജനറലൈസേഷൻ?
പറയാമോ ആർക്കെങ്കിലും? അതായത് നമ്മുടെ ഫസ്റ്റ് പ്രൊപ്പോസിഷൻ എന്താണ്? ലോ ഈസ് എ ജനറലൈസേഷൻ ഓഫ് ഫാക്ട്സ് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാനിപ്പോ ഒരു ലോ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. നോ പേഴ്സൺ ഷാൽ എൻറ്റർ ദ ലാൻഡ് ഓഫ് അനദർ വിത്തൗട്ട് ഹിസ് പെർമിഷൻ എന്നുള്ളത് ഒരു ലോ ആണ്. ലോ ഓഫ് ട്രസ്പാസ് അല്ലെ? നമ്മൾ ലോയെ കുറിച്ച് എന്താ പറഞ്ഞത്? ലോ ഈസ് എ ജനറലൈസേഷൻ ഓഫ് ഫാക്ട്സ്. അപ്പൊ അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ ലോ ഒരു ജനറലൈസേഷൻ ഓഫ് ഫാക്ട്സ് ആയിരിക്കണമല്ലോ. ഏതൊക്കെ ഫാക്ടുകൾ? ഇപ്പൊ ജെസിക്ക മരിയ ഒരു ഫാക്ട് ആണോ? ഉണ്ട്, ഫാക്ട് ആണോ? അന്ന മറിയം ഉണ്ട് എന്നുള്ളത് ഒരു ഫാക്ട് ആണ്. അന്ന മറിയം എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട് എന്നുള്ളത്. അതെ സർ. ശിവരഞ്ജിനി GB എന്ന് പറയുന്നതും. അപ്പൊ നിങ്ങൾ 3 പേരും ഉണ്ട്, യു എക്സിസ്റ്റ് എന്ന് പറയുന്നത് യു റെപ്രസെന്റ് എ ഫാക്ട് അല്ലെ? അപ്പൊ നിങ്ങളെ 3 പേരെയും ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു ജനറലൈസേഷൻ ഈ ലോയിൽ ഉണ്ടോ? ഇസ് ഇറ്റ് പോസിബിൾ ഫോർ യു ടു ഫൈൻഡ് ഔട്ട് ദ ജനറലൈസേഷൻ ഓഫ് യു 3? സർ, നോ പേഴ്സൺ എന്നുള്ളത് the term no person. Exactly. No person അല്ല, person. No person എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇല്ലെന്നാണ് അർത്ഥം അല്ലേ? Person. Yes, right. So person is a generalization of Jessica, Anna, Shivaranjini, Devika, Visruth. Is it not? Okay. അപ്പോ തൽക്കാലം ഞാൻ പറഞ്ഞത് ഇതാണ്, ഈ ലോ ഈസ് എ ജനറലൈസേഷൻ ഓഫ് ഫാക്ട്സ്. അപ്പൊ നമ്മൾ എപ്പോഴും ലോയെ മനസ്സിലാക്കുമ്പോൾ ലോയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ടേമും എന്ത് ഫാക്ട്സിനെയാണ് ജനറലൈസ് ചെയ്യുന്നതെന്ന് അറിയാൻ കഴിയണം. ഇതിനെയാണ് മീനിങ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ടേമിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ യു ക്യാൻ ആസ്ക് ദ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പേഴ്സൺ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എൻറ്റർ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലാൻഡ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അനദർ പേഴ്സൺ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പെർമിഷൻ? ഓർ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് വിത്തൗട്ട് പെർമിഷൻ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം ആ ടേം ഉൾക്കൊള്ളുന്ന, ആ ടേം അപ്ലൈ ചെയ്യുന്ന ഫാക്ട്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ അല്ല എന്നാണ്. ഇത് ഫണ്ടമെന്റൽ വാല്യൂസ്, റൈറ്റ്? നിങ്ങളുടെ ഏതൊരു ലോയുടെയും റീഡിങ്ങിനെ ഗവേൺ ചെയ്യേണ്ടത് ഫണ്ടമെന്റൽ വാല്യൂസ് ആണ്. ആ ലീഗൽ സിസ്റ്റത്തിലെ ഫണ്ടമെന്റൽ വാല്യൂസ് ആണ്. അപ്പോ വാട്ട് ലീഗൽ സിസ്റ്റം വി ആർ ടോക്കിംഗ് അബൌട്ട്? നമ്മൾ ഏത് ലീഗൽ സിസ്റ്റത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്? നിങ്ങൾ റീഡ് ചെയ്യുന്നത് ആസ് എ ലോയർ ഓർ ആസ് എ ലോ സ്റ്റുഡന്റ്, ആസ് എൻ അഡ്വക്കേറ്റ്, ഏത് statutes and judgments you would read? Within which legal system you would read primarily? Indian legal system. Indian legal system, exactly. അപ്പൊ നിങ്ങൾ ആസ് എ ലോ സ്റ്റുഡന്റ് റീഡ് ചെയ്യേണ്ട എല്ലാ ജഡ്ജ്മെന്റുകളും, റീഡ് ചെയ്യേണ്ട എല്ലാ സ്റ്റാറ്റ്യൂട്ടുകളും ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിലാണ് റീഡ് ചെയ്യേണ്ടത്. Except certain international documents which also should be read in the light of Indian legal system. കാരണം നമ്മൾ ഇന്റർനാഷണൽ ലോയെ പോലും അക്സെപ്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ ലീഗൽ സിസ്റ്റം ഇന്റർനാഷണൽ ലോയെ അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടും ആ കണ്ടീഷൻസിന് വിധേയമായിട്ടാണ്. ഓക്കെ, പ്രിയാമ്പിളിനകത്ത് ഇറ്റ് സേ ദാറ്റ് we the people of India having solemnly resolved to constitute India a sovereign, socialist, secular, democratic republic. We want to constitute India into a sovereign, socialist, secular, democratic republic. It talks about socialism, sovereignty, secularism, democracy. അല്ലെ? ഇത് വാല്യൂസ് ആണോ? അപ്പോ ഡെമോക്രസി ഇസ് എ വാല്യൂ, സോഷ്യലിസം ഇസ് എ വാല്യൂ, സെക്യുലറിസം ഇസ് എ വാല്യൂ അല്ലെ? സോവറിറ്റി ഇസ് എ വാല്യൂ. കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ആണ്. Is this also important? Preambular values? I'll come to the answer. Okay, soon. Just 5 minutes. ഇനി അടുത്തത്, ഈ സോവറിറ്റി, സോഷ്യലിസം, സെക്യുലറിസം, ഡെമോക്രസി അല്ലാതെ അവർ പ്രിയാമ്പിളിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ടോക്സ് അബൌട്ട് സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കോണമിക് ജസ്റ്റിസ് അല്ലെ? And to secure among all equality of status and of opportunity. പറയുന്നു അവസര സമത്വം,
പിന്നെ സ്ഥിതി സമത്വം, ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി. അതുപോലെ തന്നെ ജസ്റ്റിസ്, സോഷ്യൽ, എക്കോണമിക് ആൻഡ് പൊളിറ്റിക്കലിനെ കുറിച്ച് പറയുന്നു. എക്കോണമിക് ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്, സോഷ്യൽ ജസ്റ്റിസ് വാല്യൂസ് ആണോ? ആർ ദ വാല്യൂസ്? Yes, sir. ഓക്കെ. പിന്നെ ഇറ്റ് ടോക്സ് അബൌട്ട് ലിബർട്ടി, അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ച്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത്, വർഷിപ്പ്, ബിലീഫ് ആൻഡ് ഫെയ്ത്ത്. ഇതിനുള്ള സ്വാതന്ത്ര്യം വാല്യൂസ് ആണോ? ഡു യു വാല്യൂ യുവർ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, യുവർ ഫ്രീഡം ഓഫ് വർഷിപ്പ്, യുവർ ഫ്രീഡം ഓഫ് ബിലീഫ്, ഫെയ്ത്ത്? And it talks about integrity and dignity of individuals and communities. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ ഇങ്ങനെ നിരവധി വാല്യൂസ് കോൺസ്റ്റിറ്റ്യൂഷനകത്തുണ്ട്. പലപ്പോഴും വാല്യൂസ് തമ്മിൽ കോൺഫ്ലിക്റ്റിൽ വരും, അല്ലെ? റൈറ്റ് ടു ലൈഫും ചിലപ്പോ റൈറ്റ് ടു ലിബർട്ടിയും തമ്മിൽ കോൺഫ്ലിക്റ്റിൽ വരാം. റൈറ്റ് ടു ലൈഫും റിലീജിയസ് ഫ്രീഡവും തമ്മിൽ കോൺഫ്ലിക്റ്റിൽ വരാം. ഡെമോക്രസിയും സോവറിറ്റിയും തമ്മിൽ കോൺഫ്ലിക്റ്റിൽ വരാം. അങ്ങനെ കോൺഫ്ലിക്റ്റിൽ വരുമ്പോ ഏതെങ്കിലും ഒരു വാല്യൂ ഓവർ റൈഡ് ചെയ്യുമോ മറ്റോ വാല്യൂവിനെ? അങ്ങനെ ഓവർ റൈഡ് ചെയ്യുമെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയ എന്താണ്? ഇത് നിങ്ങൾ അറിയേണ്ടതുണ്ടോ ഇല്ലയോ? ചോദ്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പോ AK ഗോപാലൻ, നിങ്ങൾ, ഞാൻ ഫസ്റ്റ് സെമസ്റ്റർ കുട്ടിയുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് അഡ്വാൻസ് ചെയ്ത് പറയാത്തത്. ഇപ്പൊ ഒരു കേസിനകത്ത് ഒരാളെ പിടിച്ച് സ്റ്റേറ്റ് പിടിച്ച് ജയിലിലിട്ടു. ഒരു കേസിനകത്ത് സ്റ്റേറ്റിന്റെ സോവറിൻ പവർ എക്സസൈസ് ചെയ്തിട്ട് സ്റ്റേറ്റ് അയാളെ പിടിച്ച് ജയിലിലിടുകയാണ് വിത്തൗട്ട് ഫോളോയിങ് എനി fair procedure, but following some procedure. And the person is challenging the state before the court, saying that my right to life and personal liberty is deprived by the state. Right to life is a value protected by the constitution. Appa state claim cheyana, we have the sovereign power, we have the authority to intervene in personal liberty and right to life by following some kind of procedure. ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോ how would you read the constitutional provisions? ഇപ്പൊ AK ഗോപാലൻസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് അല്ലെങ്കിൽ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസുകളിൽ വന്ന ഒരു ഇഷ്യൂ എന്നാണ്, സ്റ്റേറ്റ് ഒരു വ്യക്തിയെ പിടിച്ച് ഡിറ്റൻഷനിൽ ഇടുകയാണ്, ജയിലിൽ പിടിച്ചിടുകയാണ്. അപ്പോ സ്റ്റേറ്റ് അയാളുടെ റൈറ്റ് ടു ലൈഫിനെയും പേഴ്സണൽ ലിബർട്ടിയെയും ഡിപ്രൈവ് ചെയ്യുകയാണെന്ന് അയാൾ ക്ലെയിം ചെയ്യാണ്, അയാൾ പറയാണ്. അപ്പൊ സ്റ്റേറ്റ് പറയാണ്, വി ഹാവ് ദ പവർ ടു ഡു ഇഫ് വി ഫോളോ സം പ്രൊസീജിയർ. അപ്പൊ കോടതി പറയാണ്, കോടതി ഈസ് റീഡിങ് ദ പ്രൊവിഷൻ ബൈ ഗിവിംഗ് എ വൈഡർ മീനിങ്. അപ്പൊ വെൻ യു റീഡ് യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ മീനിങ്, അല്ലെ? And court is reading the provision by giving a wider meaning and saying that procedure established by law means just, fair and equitable procedure. Can a judge or can a court overread a provision? Or do you think it is an overreading? Is it a reading permissible by the law? Is it a reading permissible by the values of the constitution? If it is permissible, which values permits? And how would you decide it is the question. മനസ്സിലായോ? ശിവരഞ്ജനി, അത് ചിന്തിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? Sir, basic structure has been identified by Honorable Supreme Court. അങ്ങനെ ബേസിക് സ്ട്രക്ചർ ഉണ്ട് എന്നുള്ളത് ഒരു റീഡിംഗ് ആണ്. ഓക്കെ,
it is again a reading of the Constitution. നിങ്ങൾ റീഡ് ചെയ്തിട്ടുണ്ടോ കോൺസ്റ്റിറ്റ്യൂഷൻ? ഹാവ് യു റെഡ്? നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചിട്ടുണ്ടോ? കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊവിഷൻസ് നമ്മൾ അക്കാഡമിക്കലി ഡീൽ ചെയ്യുന്നത് വായിച്ചിട്ടുണ്ട്, ഡെഫിനറ്റ്ലി. അതെ, അല്ല ഞാൻ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷന്റെ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. വെദർ യു ഹാവ് റെഡ് ദാറ്റ്? അങ്ങനെ ഒരു വായനയിൽ ഹാവ് യു എവർ സീൻ എനി പ്രൊവിഷൻ which say that there is a basic structure which cannot be amended? Sir, amendment, I'm not very sure about the article, പക്ഷേ amendments-നെ സംബന്ധിച്ചുള്ള ഏരിയയിൽ I guess. അതെ, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് 368 ആർട്ടിക്കിൾ 368 തൊട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊസീജിയർ ഫോർ അമെൻമെന്റ് ആണ് അല്ലെ? അതിനകത്ത് പറയുന്നത്, നോട്ട് വിത്ത് സ്റ്റാൻഡിംഗ് എനിത്തിങ് ഇൻ ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ, പാർലമെന്റ് മേ ഇൻ എക്സസൈസ് ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് പവർ amend by way of addition, variation or repeal any provision of this constitution in accordance with the procedure laid down in this article എന്നാണ് പറയുന്നത്. കുറെ പ്രൊസീജിയറൽ സേഫ് ഗാർഡുകൾ വെച്ചിട്ടുണ്ട്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഈസിലി അമെൻഡ് ചെയ്യാൻ പറ്റാതെ, അതേസമയം മെജോറിറ്റി അതിന് ആ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റുവാൻ തയ്യാറാണെങ്കിൽ മാറ്റാൻ പെർമിറ്റ് ചെയ്യുന്ന രീതിയിലാണ് പ്രൊവിഷൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ, ചില ഭാഗം അമെൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു ഇന്റൻഷൻ എങ്കിൽ, is it not easy for the constitution makers to make a provision like that? There is a basic structure. കോടതി അങ്ങനെ റീഡ് ചെയ്യാണ്. കോടതി റീഡ് ചെയ്യുമ്പോൾ എഴുതി വിടുന്ന റൂള് പോലെ ഒരു റൂള് ആ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എഴുതി വെക്കാൻ ഈസി അല്ലായിരുന്നു. ഇത്രയും റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്ന, ചിന്തിക്കാൻ പറ്റുന്ന ലെജിസ്ലേച്ചേഴ്സിന്, അല്ലെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിന് അങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു എങ്കിൽ, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ടെക്സ്റ്റ് അതിനകത്ത് റിഫ്ലക്ട് ചെയ്യുന്നു എങ്കിൽ, അങ്ങനെ ഒരു പ്രൊവിഷൻ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രൊവിഷൻ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ എന്തായിരുന്നു പാട്? What do you think? Reflect upon it. Think about it. And how would you analyze or how would you assess the act of the judges in reading the Constitution as containing a basic structure? How would you evaluate such reading? ഒന്ന്. രണ്ട്, EWS, രണ്ടാമത്തെ ഇഷ്യൂ which I just want to ponder our thoughts upon is the issue upon EWS. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇഷ്യൂ EWSന്റെ ഇഷ്യൂ കേട്ടിട്ടുണ്ടോ? ഓർക്കുന്നില്ല സർ. എക്കോണമിക്കലി വീക്കർ സെക്ഷൻ. അതെന്തായിരുന്നു എക്കണോമിക്കലി വീക്കർ സെക്ഷന്റെ ഇഷ്യൂ? സർ, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, അതായത് ബാക്ക്വേർഡിലേക്ക് നിൽക്കുന്ന ആൾക്കാരെ ടു ബ്രിങ് ദം ടു ദ സ്റ്റേറ്റസ് ഓഫ് ഈക്വൽസ്, അവർക്ക് കുറച്ച് അഡീഷണൽ എഡ്ജ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബെനിഫിറ്റ്സിനെ എനാക്ട് ചെയ്യാം. അതെ, അപ്പൊ അത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഏത് പ്രൊവിഷനാണ് ഈ എക്കണോമിക്കലി വീക്കർ സെക്ഷന്? അതെന്തായിരുന്നു പ്രശ്നം? അവർ എന്താ സർ പറഞ്ഞു സർ? എന്താണ്? അല്ല, ആർട്ടിക്കിൾ 12 അല്ല, ആർട്ടിക്കിൾ ആക്ച്വലി ഐ ഷുഡ് ഹാവ് മെയ്ഡ് ദാറ്റ് സ്ലൈഡ്. എനിക്കിപ്പോ ആ സ്ലൈഡ് ഇല്ലാത്തതുകൊണ്ടാണത് എനിക്ക് എഫക്റ്റീവ്ലി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. I was planning to incorporate all these provisions and to make you read that. പക്ഷെ ഞാൻ I'll just read, okay? അത് നിങ്ങൾ നോക്കുക. ആർട്ടിക്കിൾ എന്താ പറയാ 16(6) ആണ്. ആർട്ടിക്കിൾ 16 clause 6. അതിനകത്ത് nothing in this article shall prevent the state from making any provision for the reservation of appointments or posts in favor of any economically weaker sections of citizens other than the classes mentioned in clause 4, in addition to the existing reservation
and subject to a maximum of 10% of the posts in each category. നിങ്ങൾക്കത് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവാൻ വഴിയില്ല. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ all of you take Article 16(6) of the Constitution and read. You can take just 2 minutes time for it. Please read. And I just want you to know, how you will read that provision and what meaning you would give to each tense. നിങ്ങൾ എന്ത് മീനിങ് ആണ് അതിന് കൊടുക്കുക? എങ്ങനെയാണ് അങ്ങനെ റീഡ് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയാണ് ആ മീനിങ് ആ പ്രൊവിഷൻസിന് കൊടുക്കാൻ പറ്റുന്നത്? അങ്ങനെ ഒരു മീനിങ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏതൊക്കെ പ്രൊവിഷൻസിന് അല്ലെങ്കിൽ ഏതൊക്കെ പാർട്ടിനെ റിലേ ചെയ്തുകൊണ്ടാണ് അത്തരം റീഡിങ് കടന്നു വരുന്നത് എന്നുള്ളതാണ് വാട്ട് ഐ വാണ്ട് ടു നോ, ജസ്റ്റ് ഫോർ ഫൺ ഇൻഫാക്ട്. കിട്ടിയോ? എല്ലാവരും എടുത്തോ? ശിവരഞ്ജിനി എടുത്തോ? ആർട്ടിക്കിൾ 16. Yes. But nothing in this article shall prevent the state from making any provision for the reservation of appointments or posts in favor of any economically weaker sections of citizens other than the classes mentioned in clause 4. In addition to the existing reservation and subject to a maximum of 10% of the posts in each category. What do you think? How would you read it? നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊവിഷൻസ് മനസ്സിലാക്കേണ്ടതുണ്ടോ? 15 clause 3. 15 clause 3. Why you say 15 clause 3 മനസ്സിലാക്കണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? It says about the protective discrimination that can be given by the state. 15 ആണോ 16 ആണോ? 15 clause 3. Yes. 15 clause 3 പറയുന്നത് nothing in this article shall prevent the state from making any special provision for women and children with respect to Article 15 clause 1. അതായത് 15 clause 1-ൽ പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് സിറ്റിസൺസിനെ റിലീജിയൻ എന്ന ഗ്രൗണ്ടിലോ, റേസ് എന്ന ഗ്രൗണ്ടിലോ, കാസ്റ്റ് എന്ന ഗ്രൗണ്ടിലോ, സെക്സ് എന്ന ഗ്രൗണ്ടിലോ, പ്ലേസ് ഓഫ് ബർത്ത് എന്ന ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഗ്രൗണ്ട് ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. 16 clause 4. 15 clause 3, 16 clause 4 ആണ് മെയിൻ ആയിട്ട് പ്രൊട്ടക്റ്റഡ് ഡിസ്ക്രിമിനേഷൻ പറയുന്നത്. ഓക്കെ, അപ്പൊ 15(3) പ്രകാരം വുമണിന് വേണ്ടിയും ചിൽഡ്രന് വേണ്ടിയും നിയമം നിർമ്മിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? പക്ഷെ 16(6) ഈ 15(3) കണക്റ്റഡ് ആണ്. അല്ല, 16 clause 4 ആണ്. ഓക്കെ, 16 clause 4. 16 clause 4 എന്താ പറയുന്നത്? Nothing in this article shall prevent the state from making any provision for the reservation of appointments or posts in favor of any backward class of citizens which in the opinion of the state is not adequately represented in the services under the state. Appo Article 16(1) നിങ്ങൾ മനസ്സിലാക്കണം. Article 16(1) പറയുന്നത് there shall be equality of opportunity for all citizens in matters relating to employment or appointment to any office under the state. സ്റ്റേറ്റിലെ ഏതെങ്കിലും ഓഫീസുകളിലേക്കുള്ള അപ്പോയിന്റ്മെന്റുകളിലോ എംപ്ലോയ്മെന്റുകളിലോ എല്ലാ സിറ്റിസൺസിനും ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് ആർട്ടിക്കിൾ 16(1) പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് ഓഫീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ആ ഗവൺമെന്റ് ഓഫീസിലേക്ക്, അതിലെ എംപ്ലോയ്മെന്റിലേക്ക് എല്ലാവർക്കും അവസരം ഉണ്ടായിരിക്കണം. ഇതൊരു ജനറൽ റൂളാണ്. എന്നിട്ട് പറയുകയാണ്, അതിന്റെ ഒപ്പം തന്നെ പറയാണ്, റിലീജിയന്റെയോ റേസിന്റെയോ കാസ്റ്റിന്റെയോ സെക്സിന്റെയോ റിലീജിയന്റെയോ റേസിന്റെയോ കാസ്റ്റിന്റെയോ സെക്സിന്റെയോ ഡിസെന്റിന്റെയോ പ്ലേസ് ഓഫ് ബർത്തിന്റെയോ പേരിൽ ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അത് രണ്ടും പറഞ്ഞതിന് ശേഷം, ക്ലോസ് 1-ലും ക്ലോസ് 2-ലും പറഞ്ഞതിന് ശേഷം പിന്നെ എക്സെപ്ഷൻസ് കൊണ്ടുവരികയാണ്. പല ഗ്രൂപ്പുകൾക്ക് എക്സെപ്ഷൻസ് കൊടുക്കാം. അതിനകത്താണ് 16(4) ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺസിന് ഫേവറബിൾ ആയിട്ട് റിസർവേഷൻ കൊണ്ടുവരാം എന്ന് പറയുന്നത്. അപ്പോ
ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺസിന് റിസർവേഷൻ കൊണ്ടുവരണമെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്താണ്? ദേ ആർ നോട്ട് അഡിക്വേറ്റ്ലി റെപ്രസെന്റഡ്. ഇവിടെ ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺസ് ആരാന്ന് പറയുന്നില്ല. ആകെ പറയുന്നത് അവരുടെ അഡിക്വേറ്റ് റെപ്രസെന്റേഷൻ ഇല്ല എങ്കിൽ, അഡിക്വേറ്റ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ച്വൽ തിങ് ആണ്. ആണോ? നമ്മൾ നേരത്തെ പറഞ്ഞ ഫാക്ട് ആണ്. എ പേഴ്സൺ ഈസ് നോട്ട് ഹാവിംഗ് അഡിക്വേറ്റ് റെപ്രസെന്റേഷൻ ഇൻ ദ സർവീസസ് അണ്ടർ ദ സ്റ്റേറ്റ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ആരാണ് ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺ എന്ന് ഇതിനകത്ത് പറയുന്നുണ്ടോ? ഈ 16(4) പറയുന്നുണ്ടോ ഗൗതം വിഷ്ണു? who are not adequately represented എന്ന് പറഞ്ഞു. അല്ല എന്ന് പറഞ്ഞാൽ പക്ഷെ അതാരാണ് അഡിക്വേറ്റ്ലി റെപ്രസെന്റഡ് അല്ലാത്ത ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺസ് അല്ലെ? ആരാണ് ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺസ് എന്ന് ഇതിനകത്ത് പറയുന്നുണ്ടോ? ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺസിനെ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ടോ? അപ്പൊ ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺസിന്റെ മീനിങ് കൊടുത്തിട്ടുണ്ടോ ഈ പ്രൊവിഷനകത്ത്? അപ്പൊ ആരാണ് ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺ എന്ന് ചോദിച്ചാൽ ഉത്തരം നമ്മൾ എങ്ങനെ കണ്ടെത്തേണ്ടത്? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് വെച്ചിട്ട് തന്നെ പറഞ്ഞാൽ മതി. ഹൗ ഷുഡ് വി ഫൈൻഡ് ഔട്ട് ദ മീനിങ്? അല്ലെങ്കിൽ when you ask the question who is backward class of citizen എന്ന ചോദ്യത്തിന് എങ്ങനെയാണ് ഉത്തരം നൽകുക? based on facts അല്ലെ? ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺ എന്ന് പറയുന്ന ഒരു ക്ലാസിനെ ഡിഫൈൻ ചെയ്യേണ്ടത് ഫാക്ട്സിന്റെ അടിസ്ഥാനത്തിലല്ലേ? ആണോ? ഫാക്ട്സിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺ ആണ് എന്നുള്ള ഫാക്ട് എങ്ങനെ കണ്ടെത്തും? എങ്ങനെയാണ്? ക്ലാസ് 4 റെഫർ ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റില്ല ബാക്ക്വേർഡ് ക്ലാസ്സസ് ഏതൊക്കെയാണ്. എന്ത് റെഫർ ചെയ്താൽ? ക്ലാസ് 4 അതിൽ ആ ഡെഫിനിഷനിൽ പറയുന്നില്ലേ? അല്ല, ക്ലോസ് 4 എവിടെ ഡെഫിനിഷൻ ഒന്നും ഇല്ലല്ലോ. ക്ലോസ് 4 വായിച്ചോ? നിങ്ങളുടെ അടുത്ത് കയ്യിലുണ്ടോ? ഞാൻ I should have included it in my slide, but I said no. എനിക്കത് ഒരു ഇത്തിരി നെക്സ്റ്റ് ടൈം I will have my slides. Okay. പക്ഷെ you read, just read. നിങ്ങൾക്ക് എല്ലാവർക്കും at your fingertips ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പൊ ജസ്റ്റ് മൊബൈലിൽ ഒന്ന് എടുത്താൽ മതി. നിങ്ങൾ ആർട്ടിക്കിൾ 16(4) എടുത്താൽ അതിനകത്ത് പറയുന്നത് nothing in this article shall prevent the state from making any provision for the reservation of appointments or posts in favor of any backward class of citizen which in the opinion of the state is not adequately represented എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആരാണ് ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺ എന്ന് ക്ലാസ് 4-ൽ പറയുന്നില്ല, ക്ലോസ് 4-ൽ പറയുന്നില്ല. അപ്പൊ എന്റെ ചോദ്യം, നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രകാരം if you want to read this provision, how would you read? How would you find out the meaning of a backward class of citizen? Who is a backward class of citizen? എന്നുള്ളതിന് as a matter of fact എങ്ങനെയാണ് ഉത്തരം കണ്ടെത്തുക? പക്ഷേ എസിന്റെ അടുത്ത് പറയാണ് ആരാണ് ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺ? അക്ഷയ ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത്? അതെ സർ. ഒന്ന് പറഞ്ഞ അക്ഷയ, എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റുക? കഥകളുടെ അടിസ്ഥാനത്തിലാണോ? പുരാണങ്ങളുടെയും പിന്നെ സ്മൃതികളുടെയും ശ്രുതികളും ഒക്കെ വായിച്ചിട്ട് കണ്ടെത്താൻ പറ്റുമോ ആരാണ് ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺസ് എന്ന്? ഇല്ല. പുരാണങ്ങൾ വായിച്ച് കണ്ടെത്താൻ പറ്റുമോ ആരാണ് ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺസ് എന്ന്? ഇല്ല, പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? അതാണ് ഞാൻ പറയുന്നത്. ഒരു റൂളിനകത്ത് എഴുതി വെക്കുകയാണ് ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺസിന് ഫേവറബിൾ ആയിട്ട് റിസർവേഷൻ സ്റ്റേറ്റിന് പ്രൊവൈഡ് ചെയ്യാം, provided that backward class of citizens are not adequately represented in the services under the state എന്ന് പറയുമ്പോൾ ക്രൈറ്റീരിയ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നോട്ട് അഡിക്വേറ്റ്ലി റെപ്രസെന്റഡ്. പക്ഷെ നോട്ട് അഡിക്വേറ്റ്ലി റെപ്രസെന്റഡ് മാത്രമായാൽ പോരാ, അത് ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺ ആകണം. ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺസിനെ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺസിനെ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം
അവർ അഡിക്വേറ്റ്ലി റെപ്രസെന്റഡ് ആണോ അല്ലയോ നോക്കുക. അഡിക്വേറ്റ്ലി റെപ്രസെന്റഡ് ആയിട്ടുള്ള ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺസിനെ ഒഴിവാക്കുക. അഡിക്വേറ്റ്ലി റെപ്രസെന്റഡ് അല്ലാത്ത ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺസിന് റിസർവേഷൻ കൊടുക്കുക. ഇതല്ലേ സ്റ്റെപ്പ് ഫോളോ ചെയ്യേണ്ടത് ആസ് പെർ ദിസ് പ്രൊവിഷൻ അല്ലെ? ചോദ്യം ഇതാണ്, എങ്ങനെയാണ് അപ്പൊ നമ്മൾ ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺ ആണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇറ്റ്, എന്ത് ഫാക്ട്സ് ആണ് ഈ ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺസിനകത്ത് പെടുക എന്ന് എങ്ങനെ നമ്മൾ മനസ്സിലാക്കും? വാട്ട് കൈൻഡ് ഓഫ് എ ജനറലൈസേഷൻ, എന്തിനെയാണ് ഈ ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺ എന്ന് പറയുന്നത് ജനറലൈസ് ചെയ്യുന്നത്? അതെങ്ങനെയാണ് ഫാക്ട്സ് നമ്മൾ കണ്ടെത്തുക? ഞാൻ പറഞ്ഞു, ഉത്തരം പറഞ്ഞു, ഓൺലി ത്രൂ എ സയന്റിഫിക് സ്റ്റഡി അല്ലെ? ശാസ്ത്രീയമായ പഠനം നടത്തിയിട്ട് നമ്മൾ ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺ ആണെന്ന് കണ്ടെത്തണം. അങ്ങനെ ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺ ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ രണ്ടാമത് അഡിക്വേറ്റ്ലി റെപ്രസെന്റഡ് ആണോ അല്ലയോ നോക്കണം. അഡിക്വേറ്റ്ലി റെപ്രസെന്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ആ ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസന് റെപ്രസെന്റേഷൻ കൊടുക്കണം. അങ്ങനെ ഒരു സയന്റിഫിക് സ്റ്റഡി ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നടന്നിട്ടുണ്ടോ ടു ഫൈൻഡ് ഔട്ട് ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺസ്? മണ്ഡൽ കമ്മീഷൻ. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ട്. സോ ദർ ഇസ് എ കമ്മീഷൻ റിപ്പോർട്ട്. നമ്മളൊരു കമ്മീഷനെ നിയോഗിച്ചിട്ട് ആ കമ്മീഷൻ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിനകത്ത് ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺസിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, കുറെ കമ്മ്യൂണിറ്റികളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഡു യു തിങ്ക് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഈസ് എ സയന്റിഫിക് സ്റ്റഡി? Yes, sir. It was after that the need for OBC reservation was pointed out, and അതെ, ഈ OBC എന്ന് പറയുന്നത് തന്നെയാണ് ഈ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ OBCയിൽ ആരൊക്കെ പെടും എന്നുള്ളത് ഐഡന്റിഫൈ ആണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഈഴവർ OBC, വെള്ളാളർ OBC, അല്ലെങ്കിൽ എന്താ പറയുക വിശ്വകർമ്മ OBC, ഇങ്ങനെ കുറച്ച് കമ്മ്യൂണിറ്റീസിനെ OBC ആയിട്ട് ഐഡന്റിഫൈ ചെയ്തു. ബിക്കോസ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിമാൻഡ്സ് ദാറ്റ് ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺ ഷുഡ് ബി ഐഡന്റിഫൈഡ് ഫോർ ദ പർപ്പസ് ഓഫ് ആർട്ടിക്കിൾ 15(4). എന്റെ ചോദ്യം, നമ്മൾ ഈ വാട്ട് ഈസ് ദ മീനിങ് എന്നുള്ളത് കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഫാക്ട്സ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലെ? ആ ഫാക്ട്സ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ അപ്ലൈ ചെയ്തിട്ട് സയന്റിഫിക് ആയിട്ടുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ട് നമ്മൾ ഈ കാറ്റഗറീസിനെ കണ്ടെത്തണം. അപ്പോ നിങ്ങൾക്ക് ഞാനത് വിട്ടുതരാണ് കേട്ടോ. യു ജസ്റ്റ് റീഡ് ദാറ്റ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്. ജസ്റ്റ് റീഡ്. 200-300 ഡോക്യുമെന്റുകൾ പരിശോധിച്ച് 100 കണക്കിന് പഠനങ്ങൾ നടത്തി അത് വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തഡോളജി ഫോളോ ചെയ്ത് അനലൈസ് ചെയ്ത് എത്തിയ കൺക്ലൂഷനാണ് ആ കാലഘട്ടത്തിലെ ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസിനെ കണ്ടെത്തിയ ഒരു പഠനം. It doesn't say that this class will remain forever backward. Many other communities could become backward, and that could also be considered to be backward class of citizen as per sections article 16(4). അപ്പോൾ നായന്മാരും നമ്പൂതിരിമാരും അല്ലെങ്കിൽ മറ്റേ മേനോന്മാരും ഒക്കെ തന്നെ ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് കമ്മ്യൂണിറ്റി ആകാം. If you are applying a scientific criteria and if you are following a scientific procedure for determining it. കാരണം ഈ ഈഴവർക്ക് അല്ലെങ്കിൽ വിശ്വകർമ്മർക്ക് ചാർത്തി കിട്ടിയ ഒരു പെർമനന്റ് ലേബൽ അല്ല ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ലേബൽ ആസ് പെർ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് കുഡ് ബി എനി കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ വിച്ച് എക്സിസ്റ്റ് നൗ, ഇൻക്ലൂഡിംഗ് ബ്രാഹ്മിൻസ്. അവർ പോലും ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആകാം, ക്ലാസ് ഓഫ് സിറ്റിസൺസ് ആകാം, പ്രൊവൈഡഡ് the criteria is met with, and reservation could be given provided they do not have adequate representation and they belong to backward class of citizens. Is this point clear? Yes, sir. ഇനി ഞാൻ പറയുന്നത് നമ്മുടെ പ്രോബ്ലമാറ്റിക് ഇഷ്യൂ എന്നാണ് ആർട്ടിക്കിൾ 16(6). ആർട്ടിക്കിൾ 16(6). അപ്പൊ ഇത് നമ്മൾ പറയുന്ന എവിടെയാണ്? അതായത് ഇക്വാളിറ്റി എന്ന് പറയുന്ന ഒരു വാല്യൂ, കോൺസ്റ്റിറ്റ്യൂഷന്റെ കോർ ആയിട്ടുള്ള ഒരു വാല്യൂ, എല്ലാവർക്കും ഇക്വാലിറ്റി വേണം എന്ന് പറയുമ്പോൾ തന്നെ അറ്റ് ദ സെയിം ടൈം അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് പ്രൊവൈഡിങ് ഫോർ റിസർവേഷൻ. വൈ? വി വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആൻഡ് ദെൻ കം ബാക്ക് ടു ആർട്ടിക്കിൾ 16(6) ഇഷ്യൂ. 1 minute. എങ്ങനെയാണ് നമ്മൾ, ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലിറ്റി?
ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വാളിറ്റി എമംഗ് ഈക്വൽസ് ആണ് അല്ലെ? ഇക്വാളിറ്റി എമംഗ് ഈക്വൽസ് ആണ്. അങ്ങനെ ഈക്വൽസ് അല്ല എങ്കിൽ ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് കുഡ് ബി ഗിവൻ. Equality also say that equals should be treated equally and unequals should not be treated equally. Unequalsനെ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതും ഇൻജസ്റ്റിസ് ആണ് അല്ലെ? നിങ്ങളൊരു 10-50 വയസ്സ് ഒരാളെയും 8 വയസ്സുള്ള ഒരാളെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യില്ലല്ലോ, കാരണം ദേ ആർ അൺഈക്വൽസ്. അൺഈക്വൽസിനെ ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നതും ഇൻജസ്റ്റിസ് ആണ്. ഈക്വൽസ് ആയിട്ടുള്ളവരെ അൺഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതും ഇൻജസ്റ്റിസ് ആണ്. അപ്പം ഇവിടെ എന്താണ് ഇൻഇക്വാലിറ്റിയുടെ ക്രൈറ്റീരിയ? എന്താണ്? ഇൻഅഡിക്വേറ്റ് റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ നിങ്ങൾ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ പോലും നിങ്ങളെ അൺഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാം ഇഫ് യു ഹാവ് അഡിക്വേറ്റ് റെപ്രസെന്റേഷൻ. അഡിക്വേറ്റ് റെപ്രസെന്റേഷൻ ഇല്ലാത്തവരെ ആയിട്ടുള്ള ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ ബാക്ക്വേർഡ്നെസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, പിന്നെ ഇൻഅഡിക്വേറ്റ് റെപ്രസെന്റേഷനും ഐഡന്റിഫൈ ചെയ്യണം. ഈ രണ്ട് ക്രൈറ്റീരിയയും ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ ഈ റിസർവേഷന് അവര് ഏബിൾ ആവുള്ളൂ. അത് തന്നെയും നായന്മാർക്കും നമ്പൂതിരിമാർക്കും ഒക്കെ ഈക്വലി ആപ്ലിക്കബിൾ ആണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വെൻ വി ഹാവ് കണ്ടക്ടഡ് എ സയന്റിഫിക് സ്റ്റഡി വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ബാക്ക്വേർഡ്നെസ് എന്ന് പറയുന്ന ക്രൈറ്റീരിയ ഡസന്റ് അപ്ലൈ ടു certain upper castes who have certain privileges അല്ലെ? അപ്പൊ എന്റെ ചോദ്യം ഇതാണ്. ചോദ്യം, ആർട്ടിക്കിൾ 16(6) എന്ന് പറയുന്ന പ്രൊവിഷൻ say that nothing in this article shall prevent the state from making any provision for the reservation of appointments or posts in favor of any economically weaker section. അപ്പോ ബാക്ക്വേർഡ് സെക്ഷൻ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ എനി ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺസ് എന്ന കാറ്റഗറി പോലെ ഒരു കാറ്റഗറി ആർട്ടിക്കിൾ 16(6) ക്രിയേറ്റ് ചെയ്യാണ്. അത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ഓഫ് സിറ്റിസൺസ്, അവർക്ക് ഫേവറബിൾ ആയിട്ട് റിസർവേഷൻ ചെയ്യാം. പക്ഷെ അതർ ദാൻ ദ ക്ലാസസ് മെൻഷൻഡ് ഇൻ ക്ലോസ് 4, അതർ ദാൻ ദ ക്ലാസസ് മെൻഷൻഡ് ഇൻ ക്ലോസ് 4 എന്ന് പറഞ്ഞാൽ ആരാണ്? ക്ലാസ് 4 മെൻഷൻ ചെയ്തിരിക്കുന്ന ആരാണ്? ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺ ആണ്. അപ്പോ nothing in this article shall prevent the state from making any provision for the reservation of appointments or posts in favor of any economically weaker sections of citizen other than the classes mentioned in clause 4, in addition to the existing reservation and subject to a maximum of 10% of the posts in each category. ഞാൻ നേരിട്ട് ചോദിക്കാം. My question is, how do you interpret the phrase other than the classes mentioned in clause 4? How do you interpret, or how should you read? എങ്ങനെയാണ് അത് റീഡ് ചെയ്യാൻ പറ്റുക? ഒരു വാദം ഞാൻ മുന്നോട്ട് വയ്ക്കാം. EWS എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കമ്മ്യൂണിറ്റികളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. ആ ലിസ്റ്റ് എല്ലാം തന്നെ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്തുള്ള ലിസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ നായന്മാര്, നമ്പൂതിരിമാര്, മറ്റേ എന്താ പറയുക മേനോന്മാര്, പിന്നെ അങ്ങനെ പിഷാരടി, അങ്ങനെ എക്സ്ക്ലൂസീവ് കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളുടെ ഒരു ലിസ്റ്റ്. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ എനി സയന്റിഫിക് സ്റ്റഡി. ഇറ്റ് ഈസ് ജസ്റ്റ് enlisting certain upper castes who are entitled to economically weaker sections of citizens. How that reading is possible, or what is your approach to that kind of reading, and how would you justify that reading? That is the question. Question മനസ്സിലായോ? ഇപ്പോ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയതുകൊണ്ടാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഇഷ്യൂ ആയതുകൊണ്ടാണ് ഇത് ഞാൻ എടുത്തത്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് യു ക്യാൻ ലേൺ ഹൗ that misreading of the constitution is happening and it is on the increase. ഇപ്പൊ റീസെന്റ് നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു നോട്ടിഫിക്കേഷനും കൂടി ഇട്ടിട്ടുണ്ടല്ലേ സഫി സാറ്? ഒരു നോട്ടിഫിക്കേഷൻ ഇട്ടിട്ട് നിങ്ങളുടെ അടുത്ത് കമന്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു അല്ലെ? അത് ഡൽഹി ഉത്തർപ്രദേശിലോ എവിടെയായിരുന്നു, സ്കൂളുകളിൽ ഭഗവത്ഗീത പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഇൻസ്ട്രക്ഷൻസ് ഇറക്കാണ്, അല്ലെ റൂൾ മേക്ക് ചെയ്യാണ്. റൂൾ മേക്കിംഗ്
against the constitutional provision of വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ ആണ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് സ്റ്റേറ്റ് എയ്ഡഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനെതിരെ ഒരു റൂൾ ഇറക്കാണ്. ഹൗ വുഡ് യു റീഡ് ദാറ്റ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ? ചോദ്യം മനസ്സിലാവുന്നുണ്ടോ? Yes, sir. So how this reading is possible? ഇപ്പൊ കൂടി വരുവാണ് ഇത്തരം reading of the statute, of the judgments. What is the basis of these readings? ഈ റീഡിങ്ങുകളുടെ എല്ലാം അടിസ്ഥാനം ഇവര് റിലേ ചെയ്യുന്നത്, ഈ ജഡ്ജസ്, ദാറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ജഡ്ജസ് റിലേ ചെയ്യുന്നത് നോട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ. അതാണ് പത്തറ്റിക്. They are reading the constitution, they are reading the statutes, they are reading the judgments by relying upon the source other than the constitution, and by relying upon a source outside the constitution, even religious scriptures. How is it possible? What approach you should take for reading a statute and reading a judgment? അവിടെയാണ് ഞാൻ പറഞ്ഞത്, core values of the constitution has to be given a status of fundamental physical laws. നമ്മുടെ എന്താ പറയാ, ഗ്രാവിറ്റി പോലെയുള്ള, ഗ്രാവിറ്റി is a fundamental force, അല്ലെ? You cannot do anything without recognizing gravity. You can overcome gravity but by recognizing it. നിങ്ങൾക്ക് ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു ഫോഴ്സിനെ റെക്കഗ്നൈസ് ചെയ്തല്ലാതെ അതിനെ മറികടക്കാൻ കഴിയില്ല. ഇവിടെ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു ഫോഴ്സേ ഇല്ല, ഗ്രാവിറ്റിയെ മൈൻഡ് ചെയ്യേ വേണ്ട, ഗ്രാവിറ്റിയെ റെക്കഗ്നൈസ് ചെയ്യേ വേണ്ട എന്ന് പറയുന്ന ഒരു പൊസിഷൻ സയൻസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ സയൻസ് ടു ഗ്രോ. അതുപോലെ ഗ്രാവിറ്റി പോലെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത, നമുക്ക് ഒരിക്കലും മറികടക്കാൻ കഴിയാത്ത വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോർ വാല്യൂസ് ആണ് ഇക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫ്രറ്റേണിറ്റി ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോ അത്തരം കോർ വാല്യൂസ്, പ്രിൻസിപ്പിൾസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റീഡിങ്, ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? അപ്പൊ നിങ്ങള് ഒരു ജഡ്ജ്മെന്റിനെ ചൂസ് ചെയ്യുമ്പോൾ, കമന്റ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുമ്പോൾ, നിങ്ങൾ ഒരു സ്റ്റാറ്റ്യൂട്ടിനെ കമന്റ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുമ്പോൾ, ഹൗ യു ഷുഡ് റീഡ് ഇറ്റ്? ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. സോ മൈ ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് യു ഷുഡ് അഡോപ്റ്റ് എ ക്രിട്ടിക്കൽ analytical approach or critical purposive approach. എല്ലാ സ്റ്റാറ്റ്യൂട്ടിന്റെയും, എല്ലാ റൂളിന്റെയും, എല്ലാ ജഡ്ജ്മെന്റിന്റെയും അത് റിലേ ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിളിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളത് ആയിരിക്കണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആ പർപ്പസ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലാണോ ഈ എക്സിസ്റ്റിംഗ് റീഡിംഗ് നടന്നിട്ടുള്ളത്? നമ്മുടെ എല്ലാ സ്റ്റാറ്റ്യൂട്ടിന്റെയും പർപ്പസ് എന്ന് പറയുന്നത് ഈസ് ടു പ്രൊട്ടക്ട് ദ ഫ്രീഡം, ഇക്വാലിറ്റി, ഡിഗ്നിറ്റി ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ് വിത്തൗട്ട് എക്സെപ്ഷൻ. ഹൗഎവർ, unequals in a relevant way requires us to give a differential treatment. അപ്പോൾ ഇൻഅഡിക്വേറ്റ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ പവർ സ്ട്രക്ചറിൽ ഉണ്ട് എന്ന് പറയുന്നത് ഒരു റെലവന്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ് ഫോർ ഡിസ്ക്രിമിനേഷൻ, ഫോർ ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ്. പക്ഷെ നിങ്ങളൊരു കമ്മ്യൂണിറ്റിയിൽ ജനിച്ചു. അപ്പൊ ഞാൻ തിരിച്ച് അഗൈൻ കമ്മിങ് ബാക്ക് ടു ദിസ് 16(6) എന്റെ ചോദ്യം ഇതാണ്. ഓക്കെ, റിസർവേഷൻ പെർമിറ്റ് ചെയ്യുന്നുണ്ട് 16(6), എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഓഫ് സിറ്റിസൺസിന് പെർമിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എക്കോണമിക്കലി വീക്കർ സെക്ഷൻസ് ഓഫ് സിറ്റിസൺസ് other than the classes mentioned in clause 4 എന്ന് പറഞ്ഞാൽ, ക്ലോസ് 4ൽ മെൻഷൻ ചെയ്തിരിക്കുന്നവർ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് തന്നെയാണ്. അവര് ബാക്ക്വേർഡ് ക്ലാസ് ആണ്. യെസ്, അവര് ബാക്ക്വേർഡ് ക്ലാസ് ആണെങ്കിൽ തന്നെ അവർ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണ്. ബാക്ക്വേർഡ് ക്ലാസ് ആയിരിക്കുന്ന ഒരാള് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആവാതെ പറ്റില്ല ഇൻ ഇന്ത്യ. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിട്ടുള്ള ക്ലോസ് 4 അല്ലാതെ തന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ളവർക്ക് ഫേവറബിൾ ആയിട്ട് റിസർവേഷൻ സാധ്യമാണ് എന്നാണ് 16(6) പറയുന്നത്. ഇറ്റ് ഡസന്റ് സേ ദാറ്റ് അപ്പർ കാസ്റ്റിൽപ്പെട്ട, അപ്പർ കാസ്റ്റ്
എന്ന കാസ്റ്റ് ക്രൈറ്റീരിയ വെച്ചിട്ട് ആ കാസ്റ്റിൽ പെടുന്ന എല്ലാവരെയും ഐഡന്റിഫൈ ചെയ്യാൻ ഈ റൂള് പറയുന്നില്ല, അല്ലെങ്കിൽ അവരെ മാത്രമേ ഐഡന്റിഫൈ ചെയ്യാവൂ എന്ന് റൂള് പറയുന്നില്ല. ഓഫ് കോഴ്സ് അപ്പർ കാസ്റ്റിലുള്ള എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ഇതിനകത്ത് കവർ ചെയ്യപ്പെടും, പക്ഷെ അവര് മാത്രം കവർ ചെയ്യപ്പെടില്ല. ഈവൻ ആസ് പെർ 16(6), if you read that provision through the methodology of critical purposive approach, അതിനകത്ത് SC ST പെടും, OBC പെടും, അപ്പർ കാസ്റ്റ് പെടും. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു യൂണിഫോം സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. ആ യൂണിഫോം സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് സയന്റിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തി സയന്റിഫിക് പ്രൊസീജിയർ ഫോളോ ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും ഹൂ ഈസ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന്. അങ്ങനെ എക്കണോമിക്കലി വീക്കർ സെക്ഷനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് സെക്ഷൻ 16(6) പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് തെറ്റില്ല. അതിനകത്ത് അപ്പർ ക്ലാസ്സിലുള്ളവർ പെടുമെങ്കിൽ, ആ ക്രൈറ്റീരിയ പ്രകാരം പെടുമെങ്കിൽ അവർക്കും കൊടുക്കാൻ പറ്റും. ബട്ട് നോട്ട് എക്സ്ക്ലൂസീവ്ലി ടു ദം ബേസ്ഡ് ഓൺ ദ ക്രൈറ്റീരിയ ഓഫ് അപ്പർ കാസ്റ്റ്. EWS കേരളത്തിൽ കൊണ്ടുവന്ന നോട്ടിഫിക്കേഷൻ വായിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഡസന്റ് ഹാവ് എനി ക്രൈറ്റീരിയ അതർ ദാൻ അപ്പർ കാസ്റ്റ്. EWS ലിസ്റ്റ് നിങ്ങൾ ഒന്ന് നോക്കുക. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ ടു റീഡ്? എന്നിട്ട് ദാറ്റ് ഹാസ് ബീൻ വാലിഡേറ്റഡ്. How is such a validity reading is possible? Can anyone answer? You can differ with me. Okay, you can differ with me as well. What do you think? അപ്പൊ ഞാൻ പറയുന്നത്, അപ്പൊ നിങ്ങൾ if you have no answer, then my view is that നിങ്ങൾ ഏത് ജഡ്ജ്മെന്റ് റീഡ് ചെയ്യുമ്പോഴും ഏത് സ്റ്റാറ്റ്യൂട്ട് റീഡ് ചെയ്യുമ്പോഴും നിങ്ങൾ ഒരു ക്രിട്ടിക്കൽ പർപ്പസീവ് അപ്രോച്ച് എടുക്കണം. കാരണം നമ്മൾ അക്കാഡമീഷ്യൻസ് അല്ലെങ്കിൽ റൈറ്റേഴ്സ് ഓർ എഡിറ്റേഴ്സ് ഷുഡ് നോട്ട് ഹാവ് ദിസ് ഫിയർ ഫാക്ടർ, ബിക്കോസ് ക്രിറ്റിസിസം ഈസ് ദ ടൂൾ ഫോർ ഡെവലപ്മെന്റ്. നിങ്ങളെ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ വളരെ ക്രിട്ടിക്കലായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂഷൻ ഡിമാൻഡ് സയന്റിഫിക് ടെമ്പർ. അത് ഓരോ ഇൻഡിവിജ്വലിന്റെയും ഡ്യൂട്ടിയാണ് ടു ഡെവലപ്പ് എ സയന്റിഫിക് നമ്പർ, ടു ഹാവ് ആൻ ഇൻക്വിസിറ്റീവ് സ്പിരിറ്റ്, ടു ഹാവ് എ സ്പിരിറ്റ് ഓഫ് എൻക്വയറി. അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തുന്നവരുടെ പ്രത്യേകത എന്താണെന്ന് അറിയും? അവര് നിരവധി ചോദ്യങ്ങൾ ചോദിക്കും, അവര് നിരവധി പെർസ്പെക്റ്റീവുകളിൽ നിന്ന് എക്സാമിൻ ചെയ്യും, അവര് തെറ്റുകൾ കണ്ടെത്താൻ ശ്രമിക്കും, എന്നിട്ട് തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കും. തെറ്റുകൾ തിരുത്താതെ പുരോഗതിയില്ല. നമ്മൾ പുരോഗതിയിലേക്ക് മുന്നേറണമെങ്കിൽ തെറ്റുകൾ കണ്ടുപിടിക്കണം. തെറ്റ് കണ്ടുപിടിക്കുന്ന ഒരു തെറ്റല്ല, തെറ്റ് കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും വലിയ ശരി. അപ്പൊ നിങ്ങൾ പുരോഗതി പ്രാപിക്കണം എങ്കിൽ the first essential is to find out what is my fault. Then you should be able to improve upon the fault. Then only we can say that you have progressed. ഇല്ലെങ്കിൽ എന്താ പറയുക? You are standstill. നിങ്ങൾക്ക് വേണമെങ്കിൽ you can claim that I am perfect, but that is against scientific knowledge. That is against fact. You are perfect എന്നുള്ളത്. So everyone has, including institutions, social institutions, has imperfections, flaws, problems. But if you really intend or aim at progress, development, then our responsibility is to identify problems, to identify defects, and to cure it. And that is called progress. Is it clear? അപ്പോൾ ക്രിട്ടിക്കൽ പർപ്പസീവ് അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു റൂളിന്റെ, ഒരു ജഡ്ജ്മെന്റിന്റെ പർപ്പസ് എന്താണെന്ന് നോക്കിയിട്ട് ആ പർപ്പസ് റിയലൈസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണോ അത് റീഡ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ക്രിട്ടിക്കലി അതിനെ പുറത്ത് റിഫ്ലക്ട് ചെയ്യുന്ന മെത്തഡോളജിയാണ് ഐ വുഡ് കോൾ എ ക്രിട്ടിക്കൽ പർപ്പസീവ് അപ്രോച്ച്. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി ഇത് ഞാൻ ഈ ഒരു എന്താ പറയാ, ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചെന്നേ ഉള്ളൂ. ഇനി ഇത് എങ്ങനെ, ഹൗ യു ക്യാൻ ഇംപ്ലിമെന്റ് ഇറ്റ് ഓർ ഹൗ യു ക്യാൻ exercise upon this methodology എന്നുള്ളതിന് you will have to do a lot of exercise. അപ്പൊ ഇത് ഈ ഒരു അപ്രോച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 10 exercises you have to do. ആ എക്സസൈസുകൾ ചെയ്തു കഴിയുമ്പോൾ you will understand what is the difference in this perspective and how a differential outcome you can bring in. Is it clear?
Yes, sir. Okay. With this, I am stopping for now. ഞാനൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അത് ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഡെമോൺസ്ട്രേഷന്റെ പാർട്ട് അത് സാധാരണ ഞാനൊരു മോഡൽ ഉപയോഗിച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാറുള്ളതാണ്. അപ്പൊ അതിന് തൽക്കാലം ഞാൻ ആ മോഡൽ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, പിന്നെ വിൽ കണ്ടിന്യൂ ദിസ് പ്രോസസ്. ഓക്കെ, യു ഓൾസോ ഹാവ് ടു ഡു അറ്റ്ലീസ്റ്റ് 2-3 exercise within a session, then you will get more clarity. But take this point. This is my point. I just want to say, reading a statute and a judgment should not be with a mindset of obedience and with a mindset of fear. പലരും പറയാം, അയ്യോ കോടതിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ, അയ്യോ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്താൽ എങ്ങനെ പിടിച്ച് കണ്ടംപ്റ്റ് അടിച്ചു തരൂ എന്നുള്ളതൊക്കെയാണ്. ഒരിക്കലും വിമർശനത്തിന് കണ്ടംപ്റ്റ് അടിക്കാൻ പാടില്ല. ഈ കണ്ടംപ്റ്റ് എന്ന് പറയുന്നതിന് എടുത്ത് കളയണം. ദാറ്റ് കണ്ടംപ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ റിക്വയർഡ് ഇൻ എ ഡെമോക്രസി. ഡെമോക്രസി എന്ന് പറയുന്നതിന്റെ അർത്ഥം വിമർശനങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയൊക്കെ ഇവോൾവ് ചെയ്ത് വരിക എന്നുള്ള ഓരോ സ്റ്റാൻഡേർഡ്, ഓരോ പൊസിഷൻസ് ഇവോൾവ് ചെയ്ത് വരിക. അപ്പം വിമർശനം ഷുഡ് ബി ദർ. വിമർശനം ഇസ് എൻ എസെൻഷ്യൽ റിക്വയർമെന്റ് ഫോർ പ്രോഗ്രസ്. ആ പ്രിമൈസിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ലോയെ നോക്കി കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് ഐ കോൾ ഇറ്റ് ആസ് critical purposive approach. With this, I am stopping for now. Time is up. Now, if you want to ask any question, you can ask.